ദൈവത്തെ നീ ആരാധിക്കുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ പ്രയോജനമാണ് നീ ദൈവത്തെ ശക്തമായി ആരാധിക്കുമ്പോൾ, സത്യത്തിലും ആത്മാവിലും നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും. ഈ ദൈവ സാന്നിധ്യം ഇറങ്ങി പ്രവർത്തിച്ചാൽ ചില ചങ്ങലകൾ അഴിയും, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം ഇളകും, ചില വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ ഇടയായിത്തീരും. രണ്ടാമത്തെ വിഷയമാണ് ഹൃദയത്തിനുണ്ടാകുന്ന മാനസാന്തരം. ഹല്ലേലൂയ. നിന്റെ ആരാധന മധ്യേ നീ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന് മാനസാന്തരം ഉണ്ടാകാൻ ഇടയായിത്തീരും. മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ വിഷയം എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. സംഭവിക്കുന്ന ഒന്നാമത്തെ വിഷയമാണ് ദൈവത്തിന്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. ചില അശുദ്ധിയെ നിന്നിൽ നിന്ന് പൂർണ്ണമായി മാറ്റിക്കളയും. ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി ചില അത്ഭുത പ്രവൃത്തികളെ ചെയ്യുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. രണ്ടാമത്തെ വിഷയം, സ്വർഗം നിനക്ക് വേണ്ടി ചില നിയോഗങ്ങളെ ഏൽപ്പിക്കാൻ ഇടയായിത്തീരും. സ്വർഗം ചില നിയോഗങ്ങളെ നിനക്ക് വേണ്ടി ഏൽപ്പിക്കാൻ ഇടയായിത്തീരും. മൂന്നാമത്തെ വിഷയം പറയുകയാണ്, സകല ഭയവും ദുഃഖവും നിരാശയും നിന്നിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോകും. സകല ഭയവും ദുഃഖവും നിരാശയും നിന്നിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോകും. അതുവരെയും പിശാച് നിന്നെ ഭയപ്പെടുത്തിയതാണ്, നിരാശകൾ കൊണ്ടിട്ടതാണ്. എന്നാൽ സത്യത്തിലും ആത്മാവിലും നീ ആരാധിക്കുമ്പോൾ സകല ഭയവും ദുഃഖവും നിരാശയും നിന്നിൽ നിന്ന് മാറിപ്പോകാൻ ഇടയായിത്തീരും. നാലാമത്തെ വിഷയം പറയുകയാണ്, നീ ചില യുദ്ധങ്ങളെ ജയിക്കുവാൻ കാരണമായി തീരും. നാലാമത്തെ വിഷയം പറയാം, നീ ചില യുദ്ധങ്ങളെ ജയിക്കുവാൻ കാരണമായി തീരും. അല്ലല്ലോ, ഇനിയും ജയിക്കുകയില്ല, ഇവിടം കൊണ്ട് അവസാനിച്ചു, ഞാൻ സ്റ്റക്കായിപ്പോയി, ഇനി ഒരു മുൻപോട്ടൊരു യാത്രയില്ല എന്ന് വിചാരിച്ച ദൈവവേദനെ, നീ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ നീ ചില യുദ്ധങ്ങളെ ജയിക്കുവാൻ കാരണമായി തീരും. ഹല്ലേലൂയ. അഞ്ചാമത്തെ വിഷയം പറയുകയാണ്, നീ സകലത്തിലും അനുഗ്രഹം പ്രാപിക്കാൻ ഇടയായിത്തീരും. ഇനിയും ഒരു അനുഗ്രഹം എനിക്ക് ലഭിക്കുകയില്ല എന്ന്, ഇനി ഒരു നന്മ ഞാൻ പ്രാപിക്കുകയില്ല എന്ന്, ഈ വാഗ്ദത്തങ്ങൾ കേട്ടത് വെറുതെയാണ് എന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിലും സത്യത്തിലുമാണോ നീ ദൈവത്തെ ആരാധിക്കുന്നത്? ചടങ്ങ് പോലെയല്ല, ആത്മാവിലും സത്യത്തിലുമാണ് നീ ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ കർത്താവിന്റെ വചനം പറയുക, നീ അനുഗ്രഹം പ്രാപിക്കാൻ ഇടയായിത്തീരും.